ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് കുടികുത്തിമലയ്ക്കാണ് പോയത്. അതും 600 രൂപക്ക്. 100 രൂപയാണ് ടിക്കറ്റിന്. അവിടെ ക്യാഷ് പറ്റില്ല, ജിപേ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് അലോഡല്ല. ഈ കാണുന്നതാണ് കുടികുത്തിമലൻ്റെ മാപ്പ്. കാണുമ്പോൾ ചെറുതായാലും ഒരുപാട് കയറ്റമുണ്ട്. കൊണ്ടുവന്ന ഫുഡ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. നല്ല ക്ഷീണമായിരുന്നു, നല്ല കുന്നായിരുന്നു. അവിടെ ഞങ്ങൾ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കൊടികുത്തിമലയ്ക്ക് എത്തിയപ്പോൾ തന്നെ വെള്ളം കിട്ടി. അവിടുന്ന് ഞങ്ങൾ കുറേ വെള്ളം കുടിച്ച് മുഖമൊക്കെ കഴുകി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ഉച്ച സമയം നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആകാശവും ഇതും എല്ലാതും കണ്ടു. അവിടെ കുറേ മഴകളുണ്ടായിരുന്നു. ഇവിടെ കൂടെ അരുകൂടെ ഞങ്ങൾ പോയി. അങ്ങനെ നോക്കിയൊക്കെ കൊണ്ട് നല്ല രസമൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇവിടേക്ക് വീണാല് കൊക്കയാണ്. അങ്ങനെ അവിടെ ഒരു മല ഉണ്ടായിരുന്നു. അങ്ങനെ ആകാശവും എല്ലാതും കണ്ട് അങ്ങനെ തിരിച്ചു പോന്നു. ഞങ്ങൾ 3 കപ്പിൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് 3ാമത്തെ നിലയിൽ കയറി. എന്നിട്ട് അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഒപ്പം കയറിയവരൊക്കെ തിരിച്ചു പോയി. ഒപ്പം കയറിയവരിൽ ഞങ്ങളാണ് ഫസ്റ്റ് കയറിയത്. ഞങ്ങളുടെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ചേച്ചി. ഞങ്ങൾ ചുരം വയനാട് കാണാത്ത കാരണം ഞങ്ങൾക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ അമ്മച്ചി. എൻ്റെ അമ്മച്ചി നാട്ടിൽ സർപ്രൈസ് ആയിട്ട് കൊടികുത്തിമലയ്ക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കാരണമാണ് ഞങ്ങൾ കൊടികുത്തിമലയ്ക്ക് പോയത്. മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ കയറ്റം കയറി ക്ഷീണമൊക്കെ മറന്നു. അത്ര നല്ല കാഴ്ചയായിരുന്നു. ഇവിടുന്ന് നോക്കിയാൽ കോഴിക്കോട് ജില്ല വരെ കാണാത്രേ. അഖില ചേച്ചിയുടെ അമ്മ മേടിച്ചതാണ് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടതിന്. ഫസീല മിസ് ഗൾഫിൽ നിന്ന് പണ്ട് കൊടുന്ന ഹെയർ ബാൻഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിതമാമി ബർത്ത്ഡേക്ക് മേടിച്ച് തന്ന ടിൻറ്റിങ്ങാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ നന്നായി വെള്ളം കുടിച്ചു. ഞങ്ങളുടെ 2 കുപ്പിക്കും വെള്ളം കയറിയിരുന്നു. എത്ര വെള്ളം കുടിച്ചാലും തികയില്ല. ചേച്ചി ഞങ്ങളും കുറേ ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ റോട്ടിലൊക്കെ കടന്നു ഇരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ കുറേ ഓടുകയൊക്കെ ചെയ്തു. പക്ഷെ ബാക്കിയുള്ളവർ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് പോകുക. ഞങ്ങൾ ഇരുന്നപ്പോൾ ഒരു ബോർഡ് വായിച്ചു. അവിടെ മലമ്പാമ്പുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ കാട്ടുപൂച്ചയുണ്ട്, പിന്നെ മാനുണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ സൂക്ഷിച്ചു പോയി. ഞങ്ങളുടെ ഒപ്പം വന്നൊരു ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇരുന്നിരുന്നു. അവിടുന്ന് 2 മലമ്പാമ്പിനെ കണ്ടെത്തറേ. താഴേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ 2 ഞാനും കൈ പിടിച്ചിട്ട് ഓടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. പാറക്കല്ലിൻ്റെ മേലെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. നല്ല കണ്ണൊക്കെ വെയിലടിക്കുന്നുണ്ടായിരുന്നു. ഇമ്മച്ചി ചെറിയ വഴിക്കൂടൊക്കെ കയറി. പക്ഷെ ഞങ്ങൾക്ക് വെടിയിട്ട് ഞങ്ങൾ കയറിയില്ല. ഇത് ചെറിയൊരു പൊണ്ടാണ്. ഫോട്ടോ സ്പോട്ട്.
അവിടെ ഉള്ള ഫോട്ടോസ്. ഇത് ഫസ്റ്റ് റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് ആദ്യം കയറാൻ വയ്ക്കാത്തവർക്ക് ഇതിൽ പോയി ഫോട്ടോ എടുക്കാം. അല്ല ചേച്ചി എനിക്ക് പൂ പൊട്ടിച്ചെന്നു. അമ്മച്ചി എന്താ കായ വരച്ച് തിന്നു. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. കൊടികുത്തിമല സെന്ററിൽ നിന്ന് 150 രൂപ ഓട്ടോക്കാരന് കൊടുത്തു. മുകളിലൊന്നും റേഞ്ച് ഉണ്ടായില്ല. വീണ്ടും ഞങ്ങൾ ഓട്ടോക്കാരനെ വിളിച്ച് തിരിച്ച് പോന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിരുന്നു. 2 മാസം കഴിഞ്ഞിട്ട് വരുന്ന ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിൻ്റെ പണി എടുക്കുന്നു. വേറെ പാർക്കും പണി നടക്കണ്ടായിരുന്നു. അതൊക്കെ ഓട്ടോമാമ ഞങ്ങൾ കാണിച്ചു തന്നു. താഴത്തൊക്കെ റോഡ് വളരെ മോശമായിരുന്നു. എന്നാലും പെരുന്നാളിനൊക്കെ ബസ്സിൽ നാട്ടിലേക്ക് തിരിച്ചു. അടുത്ത ട്രിപ്പായി